ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാ കൂട്ടക്ഷരങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? ആൻറ്റി പറയാവേ. ഇക്ക ഇങ്ക ഇങ്ങ, ഇച്ച ഇഞ്ച ഇഞ്ഞ, ഇട്ട ഇണ്ട ഇണ്ണ, ഇത്ത ഇന്ത ഇന്ന, ഇപ്പ ഇമ്പ ഇമ്മ, ഇയ്യ ഇറ്റ ഇല്ല ഇവ്വ. ഇത്രയും കൂട്ടക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കുറച്ചുകൂടിയുണ്ട്, അത് പിന്നീട് പറഞ്ഞു തരാം. ആദ്യം പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരം ഇക്ക. ഇക്ക എന്ന് പറഞ്ഞാൽ 2 ക കൂടുന്നതാണ് ഇക്ക. ആ ക എന്ന അക്ഷരത്തിന്റെ ഇരട്ടിപ്പാണ് ഇക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇക്ക വരുന്ന വാക്കെന്ന് പറയുന്നത് കാക്ക, ക്രോ. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പക്ഷി കാക്കയായിരിക്കും അല്ലേ? ലോകത്ത് എല്ലായിടത്തും കാക്കകളുണ്ട്. അവയെ പ്രകൃതിയുടെ ശുചീകരന്മാരായാണ് അറിയപ്പെടുന്നത്. നാം വലിച്ചെറിയുന്ന ആഹാരാവശിഷ്ടങ്ങളെല്ലാം അവ ഭക്ഷിച്ച് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി തരുന്നു. എന്തുപകാരമല്ലേ ചെയ്യുന്നത്? അടുത്ത അക്ഷരം ഇങ്ക. കായും ങ്ങായും കൂടി ചേരുന്നതാണ് ഇങ്ക. അതിന് വെച്ചുള്ള ഒരു വാക്കാണ് മുള്ളങ്കി. മുള്ളങ്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റാഡിഷ് എന്ന് പറയും. മൂലി എന്നും പറയാറുണ്ടേ. ഇതൊരു വെജിറ്റബിൾ ആണ്. കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ ഇത്? ഇല്ലെങ്കിലേ അമ്മയോട് കറിയൊന്നും ഉണ്ടാക്കി തരാൻ പറയണേ. നല്ല ടേസ്റ്റാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണേ. അപ്പോൾ കൂട്ടുകാരൊന്ന് കഴിച്ചു നോക്കണേ. അടുത്ത അക്ഷരം ഇങ്ങ. മാങ്ങ, മാംഗോ. ഈ മാങ്ങ ഉണ്ടല്ലോ, പഴങ്ങളുടെ രാജാവാണ്. പഴങ്ങളുടെ രാജാവ് എന്നാണ് മാമ്പഴത്തെ അറിയപ്പെടുന്നത്. നമ്മൾ പലതരം മാങ്ങകൾ കഴിച്ചിട്ടുണ്ടല്ലേ? ചെറുതിയ മാങ്ങ, വലിയ മാങ്ങ, വേറെ വേറെ ടേസ്റ്റുള്ള മാങ്ങകളുണ്ട് അല്ലേ? എന്നാൽ ഈ മാമ്പഴങ്ങളുടെ രാജാവ് ആരാണ്? അൽഫോൺസ മാംഗോ. അൽഫോൺസ മാംഗോയാണ് മാമ്പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവല്ലേ. പഴങ്ങളുടെ രാജാവ് മാങ്ങ, മാങ്ങകളുടെ രാജാവ് അൽഫോൺസ് മാംഗോ. അപ്പൊ തെറ്റിപ്പോവല്ലേ, എല്ലാരും പഠിച്ചോളണേ. അടുത്ത അക്ഷരം ഇച്ച. ഇച്ച എന്ന് പറഞ്ഞാൽ 2 ച കൂടുന്നതാണ് ഇച്ച. ഒരു വാക്ക് പറയാലോ, ഇഷ്ടംപോലെ വാക്കുണ്ട്. അത് വെച്ച് ഒരെണ്ണം പറയട്ടെ. പച്ചക്കറികൾ, വെജിറ്റബിൾസ്. ഒരു 10 വെജിറ്റബിൾസിന്റെ പേര് ആൻറ്റിക്ക് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, വേഗം പറയേ. അതന്നെ, ആൻറ്റി വേഗം പറയട്ടെ. തക്കാളി, ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാരറ്റ് എന്ന് തന്നെ പറയും. ബ്രിഞ്ചാൾ, ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ. ക്യാബേജ്, ക്യാബേജ് ഒരു ഇലയാണല്ലേ, അത് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇല. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ബീൻസ്, ബീൻസിന് അത് തന്നെയാ പറയാം അല്ലേ, ബീൻസ് എന്ന് തന്നെയാ പറയാം. ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗർ എന്താണ്? വെണ്ടയ്ക്ക. ഡ്രം സ്റ്റിക്ക്, മുരിങ്ങയ്ക്ക. ഒനിയൻ, സവാള. കുക്കുംബർ, വെള്ളരി. 10 ആയല്ലോ. ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കൂട്ടുകാരൊന്ന് വേഗം വേഗം പറഞ്ഞേ നോക്കട്ടെ. അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. ഇഞ്ച. ഇഞ്ച എന്ന് പറഞ്ഞാല് ഞായും ചായും ചേരുന്ന കൂട്ടക്ഷരമാണ് ഇഞ്ച. ഒരു വാക്കെന്ന് പറയുന്നത് വഞ്ചിയാണ്, വള്ളം അല്ലെങ്കിൽ ബോട്ട്. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ ഇഞ്ച വെച്ചിട്ട്? ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ പാടട്ടെ. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ചു, തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. പാട്ടിഷ്ടായോ? എല്ലാരും പാടണേ. ഞാൻ ഈ പാടിയ പാട്ടിൽ എത്ര ഇഞ്ച വന്നു ഒന്ന് എണ്ണി പറയാമോ? ഈ പാട്ടൊന്ന് കേട്ട് പഠിച്ച് എത്ര ഇഞ്ചാ ഉണ്ടെന്ന് വേഗം പറഞ്ഞേ. അടുത്തത് ഇഞ്ഞ. ഇഞ്ഞ എന്ന് പറയുന്നത് 2 ഞ കൂടുന്നതാണ് ഇഞ്ഞ. അത് വെച്ചുള്ള വാക്കാണ് മഞ്ഞ്, സ്നോ. ഇഷ്ടാണോ മഞ്ഞ്? നല്ല രസമല്ലേ മഞ്ഞ് വീഴുന്നത് കാണാൻ? നമ്മുടെ ഒരു സീസണാണ് മഞ്ഞുകാലം എന്ന് പറയുന്നത്. വേറെ നമുക്ക് എന്തൊക്കെ കാലങ്ങളുണ്ട്? മഴക്കാലം ഉണ്ട് അല്ലേ? പിന്നെന്തെയോ, വേനൽക്കാലം ഉണ്ട്, മഴക്കാലം ഉണ്ട്,
മഞ്ഞാലുണ്ട്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ. ഇട്ട, മുട്ട. മുട്ട ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? മുട്ട പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കുട്ടികൾ എല്ലാ ദിവസവും ഓരോ മുട്ട വീതം കഴിക്കണമെന്നാണ് പറയുന്നത്. അതൊരു സമീകൃത ആഹാരമാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഓരോരോ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ, പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ അതിൽ നിന്ന് ലഭിക്കണമെന്നില്ല. പക്ഷെ മുട്ട കഴിച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാ വിധത്തിലുള്ള പോഷകാഹാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു മുട്ട നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. കഴിക്കുമല്ലോ അല്ലേ? അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ മുട്ട വീതം കൊടുക്കാൻ ഓർമ്മിക്കുമല്ലോ. അങ്ങനെ അവരിലേക്ക് അത് എത്തിക്കണേ. ഇണ്ട. ഈ കൂട്ടക്ഷരത്തിൽ നായും ടായുമാണ് ചേർന്നിരിക്കുന്നത്. അത് വെച്ച് വരുന്ന വാക്കാണ് ചെണ്ട. ചെണ്ട ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? നമ്മൾ മലയാളികളാണ് ചെണ്ട കണ്ടുപിടിച്ചത് കേട്ടോ. കൂട്ടുകാരുടെ കളിപ്പാട്ടത്തിന്റെ കൂട്ടത്തിൽ ചെണ്ട ഉണ്ടോ? ഒരു ചെണ്ടപ്പാട്ടൊക്കെ പാടട്ടെ ആൻറ്റി. ചെണ്ടക്കാരൻ ചെണ്ടയെടുത്തു, ചെണ്ടക്കിട്ടൊരു കൊട്ടു കൊടുത്തു, ഡിയോ ഡിയോ ചെണ്ട കരഞ്ഞു. നല്ല പാട്ടാണോ? ഒന്ന് പാടി നോക്കിയേ. ഇണ്ണ. ഇണ്ണ എന്ന് പറഞ്ഞാൽ 2 കൂടുന്നതാണ് ഇണ്ണ. കണ്ണ്, ഐസ്, നമ്മുടെ കണ്ണുകൾ. മിഴി എന്നും പറയും അതിന് കേട്ടോ. എല്ലാവർക്കും കൺപീലികളുണ്ടോ? ഉണ്ടല്ലേ. എന്തിനായി കണ്ണിന്റെ പുറത്ത് ഇങ്ങനെ നിറയെ പീലികളുള്ളത്? അറിയാമോ കൂട്ടുകാർക്ക് എന്തിനാന്ന്? അവ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പൊടികളെ തടയുന്നു. അതായത് പൊടികൾ നമ്മുടെ കണ്ണിനകത്തേക്ക് കയറാതെ അവ നമ്മളെ സഹായിക്കുന്നു. ഇനി അഥവാ പൊടി പോയാലോ? കണ്ണുനീരുണ്ടല്ലേ, കണ്ണുനീര് വേഗം ആ പൊടിയെ കഴുകി കളഞ്ഞ് നമ്മുടെ കണ്ണ് വൃത്തിയായി വെക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ പൊടി കയറുമ്പോ എന്തിനാ ഇങ്ങനെ കണ്ണുനീര് നിറയെ വരുന്നേന്ന്? 2 താ ചേരുന്നതാണ് ഇത്ത. അതുപയോഗിച്ച് വരുന്ന വാക്കാണ് മുത്ത് അല്ലെങ്കിൽ പേൾ. മുത്തുമാല ഉണ്ടോ കൂട്ടുകാർക്ക്? പെൺകുട്ടികൾക്കെല്ലാം മുത്തുമാല ഉണ്ടോ അല്ലേ? മുത്ത് എങ്ങനെയാ ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മുടെ ചിപ്പികളില്ലേ, ചിപ്പി, കക്ക, അത് വെള്ളത്തിനടിയിലാണ് ഉണ്ടാവുക. അവയുടെ ശരീരത്തിനകത്ത് ചെറിയ മണൽത്തരികളൊക്കെ കയറും, കരട് പോലെയുള്ള. അവ അവരുടെ ശരീരത്തിൽ കയറിയിരിക്കുമ്പോൾ അവയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ഒരു കൊഴുത്ത ഒരു ദ്രാവകം പുറപ്പെടുവിക്കും അവരുടെ ശരീരം. അതായത് കരടിനെ ആ ദ്രാവകത്താൽ പൊതിയും. അങ്ങനെ കുറേ കാലം അങ്ങനെ അതിൻ്റെ അകത്ത് ഇരുന്നിരുന്ന് ഈ ദ്രവം അടിഞ്ഞു കൂടിയാണ് ഭംഗിയുള്ള മുത്തായി മാറുന്നത്. അപ്പോൾ 1 ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല മുത്തുണ്ടാകുന്നത്, കുറേ കാലം എടുത്തിട്ടാണ് മുത്തുണ്ടാകുന്നത്. എല്ലാ മുത്തുകളും അങ്ങനെ ഉണ്ടാകുന്നതല്ല കേട്ടോ. സാധാരണ നമ്മുടെ മാലകളിലൊക്കെ കാണുന്ന ചെറിയ മുത്തുകൾ പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുകളാണ്. അവ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതല്ല, ഒറിജിനൽ ആയിട്ടുള്ള മുത്തുകൾ, കടലിനടിയിലെ ചിപ്പികളിൽ നിന്നുള്ള മുത്തുകളെ കുറിച്ചാണ് ആൻറ്റി പറഞ്ഞത്. ഇന്ത. ഇന്ത എന്ന അക്ഷരം നായും തായും കൂടിച്ചേർന്നതാണ്. അത് വെച്ച് വരുന്ന വാക്കാണ് ഓന്ത്. ഓന്തെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന എന്താണ്? നിങ്ങൾക്കറിയാമായിരുന്നോ നിറം മാറുന്ന ജീവിയാണോ ഓന്തെന്ന്? അത് തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത്? എന്തിനാ ഇങ്ങനെ നിറം മാറുന്നേ? ഓന്ത് എന്തിനാ ഇങ്ങനെ നിറം മാറുന്നേ? പറയൂ. അതെ, അവ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് നിറം മാറുന്നത്. അവ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ നിറമാവും. ഇപ്പോൾ ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് അവയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം മരത്തിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കളറായിരിക്കും, ഇലകൾക്കിടയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇലകളുടെ നിറമായിരിക്കും. അപ്പോൾ ഏത് പ്രതലത്തിലാണോ അവ ഇരിക്കുന്നത് അതിൻ്റെ നിറമായി മാറും. അപ്പോൾ ഉപദ്രവിക്കാൻ വരുന്ന ജീവികൾക്ക് പെട്ടെന്ന് അവയെ അതിനിടയ്ക്ക് നിന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണ് അവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത് കൂട്ടുകാർക്ക് അറിയാമായിരുന്നോ? ഇന്ന. മിന്നൽ. എന്താണ് ഈ മിന്നൽ? അറിയാമോ കൂട്ടുകാർക്ക് എന്താണ് മിന്നൽ എന്ന്? പേടിയുണ്ടോ നിങ്ങൾക്ക് മിന്നൽ കാണുമ്പോൾ? അന്തരീക്ഷത്തിൽ വെച്ച് 2 കാർമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ
അതിഭയങ്കരമായ വെളിച്ചവും ശബ്ദവും ഉണ്ടാവും. ഈ ശബ്ദത്തെ ഇടിവെട്ടെന്നും വെളിച്ചത്തെ മിന്നലെന്നുമാണ് പറയുന്നത്. എന്നാൽ നമ്മളിത് എങ്ങനെയാ ഭൂമിയിലെത്തുമ്പോൾ കാണുന്നത്? ആദ്യം മിന്നൽ വരും, പുറകെ ശബ്ദം കേൾക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മിന്നലേ നല്ല ഓട്ടക്കാരനാണ്. അവൻ ആദ്യം ഓടി ഇങ്ങ് പോരും. ശബ്ദമോ പതുക്കെ വരുള്ളൂ. ഓട്ടത്തിന്റെ സ്പീഡ് കുറവാണ് അവന്. അപ്പോ മിന്നലിനാണ് സ്പീഡ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മിന്നലും പിന്നീട് ശബ്ദവും കേൾക്കുന്നത്. ഇനി ഇടിവെട്ടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ. ആദ്യം മിന്നൽ വരും, പിന്നെ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് ശബ്ദം കേൾക്കും. ഇതാണ് ഇതിന്റെ കാര്യം. ഇപ്പ ഇപ്പ എന്ന് പറഞ്ഞാൽ 2 പാ കൂടുന്നതാണ് ഇപ്പ. കപ്പൽ, ഷിപ്പ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? നമുക്ക് വേറെ ഒരു രാജ്യത്ത് പോകണം. എങ്ങനെ പോവും? അതെ, വിമാനത്തിൽ പോവല്ലേ, എയ്റോപ്ലെയിനിൽ പോവും. പണ്ടോ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ? നമ്മൾ കടൽ മാർഗമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, കപ്പലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ മാറി, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വേറെ രാജ്യത്തേക്ക് എത്താൻ പറ്റും. കപ്പലിൻ്റെ ആവശ്യം കുറവാണ്, ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കുറവാണ്. പണ്ട് ഒരാള് ഒരു പായ്ക്കപ്പലിൽ ഭൂമി മുഴുവൻ ചുറ്റിക്കണ്ടു. ആദ്യമായിട്ട്. ആരാണെന്നറിയാമോ? ആളുടെ പേര് മഗല്ലൻ എന്നാണ്. അപ്പോൾ ഒരു പായ്ക്കപ്പലിൽ ഭൂമി മുഴുവൻ ചുറ്റിക്കണ്ട ആളാണ് മഗല്ലൻ. ഈ പേര് മറക്കരുതേ, വലിയ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പഠിക്കാനുണ്ടാവും. ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇൻപ. പായും മായും ചേർന്ന് വരുന്ന കൂട്ടക്ഷരമാണ് ഇൻപ. ചേർന്ന് വരുന്ന വാക്കാണ് തുമ്പി. ഏത് കൂട്ടുകാർക്കാ തുമ്പി എന്ന് പേരുള്ളത്? വീട്ടില് വിളിപ്പേരുള്ളത്? ഓണത്തുമ്പി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓണത്തിന്റെ സമയമാവുമ്പോ നിറയെ തുമ്പികളെ കാണാലേ നമുക്ക് ചുറ്റും. ശ്രദ്ധിക്കണേ, ഇനി അടുത്ത ഓണം വരുമ്പോ, ഇനിയിപ്പോ 2 മാസം കഴിയുമ്പോൾ ഓണം വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമുക്ക് ചുറ്റും പല നിറത്തിലുള്ള തുമ്പികളുണ്ട്. ഏതൊക്കെ കളറാണുള്ളത്? ഒരു റെഡ് തുമ്പിയുണ്ട്, ഒരു യെല്ലോ തുമ്പിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, ഏതൊക്കെ കളർ ഉണ്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കണേ. ഇമ്മ. മ ഇരട്ടിച്ച് വരുന്നതാണ് ഇമ്മ. 2 മാ കൂടുന്നത്. സമ്മാനം, ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമല്ല ഗിഫ്റ്റ്. നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടുക? നിങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്? ബർത്ത്ഡേക്ക് ആയിരിക്കും അല്ലേ? അടുത്തത് ഇയ്യ. ഇയ്യ എന്ന് പറഞ്ഞാൽ യായുടെ ഇരട്ടിപ്പാണ്. 2 യാ കൂടുന്നതാണ് ഇയ്യ. തെയ്യം. കേരളത്തിലെ ഒരു ക്ഷേത്ര കലാരൂപമാണ് തെയ്യം. കണ്ടിട്ടുണ്ടോ തെയ്യം? പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. നല്ല കളർഫുള്ളായിട്ട്, നല്ല റെഡ് കളറൊക്കെയുള്ള കിരീടം, വലിയ കിരീടമൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ആടും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഇറ്റ. 2 റാ കൂടുന്നതാണ് ഇറ്റ. പാറ്റ, കോക്രോച്ച്. പേടിയാണോ പാറ്റയെ? പേടിയുണ്ടോ കൂട്ടുകാർക്ക്? പാറ്റയ്ക്കൊരു പ്രത്യേകതയുണ്ടേ. അവ 2 ആഴ്ചയോളം വെള്ളമില്ലാതെ ജീവിക്കും. നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? അത് മാത്രല്ല, 1 മാസത്തോളം ഭക്ഷണമില്ലാതെ ഇവയ്ക്ക് ജീവിക്കാനാവും. നമ്മുടെ ചുറ്റോടി നടക്കുന്ന പാറ്റയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് നമുക്കറിയാമായിരുന്നോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാല് 2 ല ആണ് ഇല്ല എന്ന് പറയുന്നത്. പല്ല്. എല്ലാവരും പല്ല് തേക്കാറുണ്ടോ? കൂട്ടുകാരെല്ലാവരും പല്ല് തേക്കാറുണ്ടോ? മടിയുള്ളവരും ഉണ്ട് അല്ലേ? നന്നായി പല്ല് തേക്കണേ. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയാൽ അവിടെ ബാക്ടീരിയ വരും. ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്മുടെ പല്ല് കേടാക്കി കളയും. നമുക്ക് പല്ല് വേദന ഉണ്ടാവും. ആ സ്ഥലത്ത് പല്ല് നല്ലപോലെ വേദനയാവും, കറുത്ത് വരും അവിടെ. കണ്ടിട്ടുണ്ടോ? പുഴുപ്പല്ല് എന്നൊക്കെ പറയുമല്ലേ നമ്മള്. ഓക്കെ, അപ്പോ നന്നായി ഭക്ഷണം കഴിക്കണം,
അത് കഴിഞ്ഞിട്ട് നന്നായി പല്ലും തേക്കണേ. ഇവ വവ്വാൽ അല്ലെങ്കിൽ ബാറ്റ്. വവ്വാലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സന്ധ്യ സമയമാകുമ്പോ ഒന്ന് ആകാശത്തേക്ക് നോക്കണേ, ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. അവ രാത്രി സഞ്ചരിക്കുന്ന ജീവികളാണ്, രാത്രി ഇര പിടിക്കുന്ന ജീവികളാണവ. പകൽ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. പകൽ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വവ്വാലിനെ? എങ്ങനെയായിരിക്കും അവ ഇരിക്കുക? തല കീഴായി തൂങ്ങിക്കിടക്കും അല്ലേ? മരത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന ജീവിയാണ് വവ്വാൽ. ഇനി അവ രാത്രിയിൽ സഞ്ചരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് കണ്ടുപിടിക്കാമോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതൊന്ന് കണ്ടുപിടിക്കണം. അച്ഛനോടോ അമ്മയോടോ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കൊരു ടാസ്കാണേ, നിങ്ങളൊന്ന് കണ്ടുപിടിക്കണേ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് കൂടി ചെയ്താൽ ബെറ്റർ. അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യിക്കാമോ? ഇനിയുമുണ്ട് കൂട്ടക്ഷരങ്ങൾ. ഇരട്ടിക്കുന്ന കൂട്ടക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങൾ കൂടി വരുന്ന കൂട്ടക്ഷരങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടേ. അപ്പോൾ വഴിയെ പതുക്കെ അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബാക്കി നമുക്ക് പഠിക്കാവേ. അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.